ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു കടുമാങ്ങ അച്ചാറാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു അച്ചാറുണ്ടെങ്കിൽ അത് മാത്രം മതി അല്ലേ, ചോറ് അത് മാത്രം കൂടി നമുക്ക് ചോറ് കഴിക്കാം അല്ലേ. അപ്പം അതുപോലെ ഒരു നല്ലൊരു അച്ചാറാണിത്. ഇത് മാത്രം കൂട്ടി നമുക്ക് ഒരു പാത്രം ചോറ് കഴിക്കാൻ പറ്റും. എൻ്റെ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള ഇടത്തരം 2 മാങ്ങയാണ്. ഇനി ഏകദേശം ഒരു 600 ഗ്രാമോളം വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിൽ, ചില ആൾക്കാർക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കണതാവും ഇഷ്ടം. എനിക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിയണതാണ് കൂടുതൽ ഇഷ്ടമായിട്ട്. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് വിതറി അത് ഇളക്കി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി. അപ്പം ഞാനിവിടെ ഒരു ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് കൂടാതെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകാണ്, ചെറിയ മുളക്. അപ്പോൾ അത് നമ്മുടെ അച്ചാറിന് നല്ലൊരു സ്വാദ് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ഒഴിവാക്കില്ല. അതെടുക്കുമ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് നടുക്കൂടെ ഒന്ന് കീറി കൊടുത്തിട്ട് ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് എണ്ണ തേത്ത് വയ്ക്കും. അപ്പം എപ്പോഴും നമ്മൾ പച്ചമുളക് എടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കോറി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന മിക്സാണ് നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്, പ്രത്യേക കടുമാങ്ങ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. 1 സ്പൂൺ ഉലുവ ഇട്ടെടുക്കുക. അപ്പം നമ്മൾ ഏത് സ്പൂണിലാണോ എടുക്കുന്നത് അതിന് 4 ഇരട്ടി കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. മിക്സിയിലൊക്കെ ഒന്ന് പൊടിക്കുമ്പോഴത്തേനും നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം 1 സ്പൂൺ ഉലുവയ്ക്ക് 4 സ്പൂൺ കടുകാണ് എടുക്കേണ്ടത്. ഇനി ഇത് ചെറിയ തീയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കുക. ഇത് കുറച്ച് നേരം നമ്മൾ ഇളക്കി കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ കടുവൊക്കെ ഇങ്ങനെ പൊട്ടുന്ന നമുക്ക് കാണാം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. വല്ലാണ്ട് തീ കൂട്ടി വെച്ചാൽ ഉലുവ കരിഞ്ഞു പോകത്തേ ഉള്ളൂ. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ്, അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കരിഞ്ഞ ചൊവ്വ ഉണ്ടാവുള്ളൂ. അപ്പം ഉലുവ കരിയാണ്ട് നല്ല ഇളം ചൂടിലൊന്ന് വറുത്തെടുക്കുക ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുവൊക്കെ താനെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. അതിൻ്റെ കളറൊന്ന് മാറും, പച്ചക്കളറൊക്കെ മാറി വേറൊരു കളറാവും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് അടുപ്പിൽ തന്നെ വെച്ച് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് അച്ചാറിനുള്ള മസാല തയ്യാറാക്കി എടുക്കുകയാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാകുമ്പോഴേക്കും നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മുടെ കായത്തിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് ചെറിയ ചൂടിൽ ഇതിലൊന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിങ്ങനെ വലിയ കഷ്ണമായിട്ടിരിക്കും. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് സോഫ്റ്റായി നമുക്കിങ്ങനെ പരന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ എളുപ്പമായിരിക്കും. ചെറിയ ചൂടിൽ വേണം നമ്മളിങ്ങനെ വറുത്തെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് 2 സൈഡും വറുത്ത് ഇതുപോലെ ഗോൾഡൻ കളറാവും. അപ്പോഴത്തേക്കും ഇതിൻ്റെ ബബിൾസൊക്കെ വരുന്നത് നിൽക്കും. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് ക്രിസ്പി പോലെയാവും. ഇത് നമ്മൾ കോരിയെടുത്ത് ഒന്ന് തണുക്കാൻ വയ്ക്കുക. തണുക്കുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിരിക്കും. കുറച്ച് നമ്മൾ എടുക്കുമ്പോൾ സോഫ്റ്റായിട്ട് ഇരുന്നാലും തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. നമ്മൾ കടുക് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ ആ ഉലുവ പൊടിക്കുന്നതിൽ ചേർക്കുന്ന കാരണം അധികം ഉലുവ ചേർക്കേണ്ട കാര്യമില്ല. 2-3 ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന കാരണം ഇനിയും നമ്മൾ അധികം ചൂടിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചൂടിൽ തന്നെ കിടന്ന് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. വല്ലാണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവുകയില്ല.
നമ്മൾ തീ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കരിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കരിയാണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എണ്ണയുടെ അളവ് കൂടുതലുണ്ട്, ഇത് നന്നായിട്ട് തിളച്ചെടുക്കുന്ന കാരണം നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ അപ്പം തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ നല്ല തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്, ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് ഒരു വാടി വരുമ്പോഴത്തേന് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ തീയും കൂട്ടി വെച്ച് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് ചെറുതിയ തീയിൽ വെച്ച് ഇതിനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കരിഞ്ഞു പോകല്, ഇതും കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടണം. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയുടെയും കടുവിൻ്റെയും മിക്സ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയിൽ പൊടിച്ചെടുക്കണില്ല, നല്ല വേഗം തന്നെ നമുക്ക് പൊടിഞ്ഞു കിട്ടും. ഞാനൊരു ചെറിയ കല്ല് വെച്ചിട്ട് ആണ് പൊടിച്ചെടുക്കുന്നത്. ഒന്ന് ചതച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ, വല്ലാണ്ട് പൊടിയായി പോകല്. മിക്സിയിൽ അരയ്ക്കുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്സിയിലാകുമ്പോഴത്തേന് പെട്ടെന്ന് ഫൈൻ പൗഡറായി പോവും, അങ്ങനെ ആവല്. കുറച്ച് നമുക്ക് കാണുന്ന പോലെ കുറച്ചൊന്ന് ചതഞ്ഞ് കിട്ടണ പോലെ ആവാൻ പാടുള്ളൂ. അപ്പം നമ്മൾ കല്ല് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ നന്നായിട്ട് കറക്റ്റ് അളവിൽ നമുക്ക് കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടുക. ഇനി ഇതേപോലെ നമുക്ക് നമ്മുടെ കായ വറുത്തതും ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് പച്ച ഇതൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് മൂന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ഇട്ടെടുക്കണം. കറിവേപ്പിലയും നന്നായിട്ട് വറുത്ത് തന്നെ എടുക്കണം, പച്ചയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അന്ന് എണ്ണയിൽ നന്നായിട്ട് വറുത്ത് നമ്മൾ തന്നെ എടുക്കണം. അപ്പം അച്ചാറ് കേട് കൂടാതെ കുറേ നാൾ ഇരിക്കാനും ഇത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് അവസാനം നമ്മൾ കറിവേപ്പില ചേർത്ത് ഇളക്കിയെല്ലാം എടുക്കുക. കറിവേപ്പിലയും എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാൻ ശ്രമിക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടി ഇടുമ്പോഴേക്കും തീ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതേപോലെ ഞാനിപ്പോൾ ഇത് ഇളക്കണില്ല, ഓരോ പൊടി ഇടുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അതേപോലെ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കളറിനായിട്ട് കാശ്മീരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കാശ്മീരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ 1.5 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കാന്താരി മുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നന്നായിട്ട് കാന്താരി മുളക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മുളക് പൊടിയും ചേർക്കുമ്പോഴത്തേന് എരിവിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും. അപ്പം എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചുകൊണ്ട് കാശ്മീരി കൂട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണില്ല, ഉലുവ പൊടിച്ച് ചേർക്കുന്ന കാരണം ഇതിലേക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണില്ല. അതുപോലെ കായവും നമ്മൾ പൊടിച്ചാണ് ചേർക്കുന്നത്. നമ്മൾ കായം പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. 1 ടീസ്പൂൺ ഞാനിപ്പോൾ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ മിക്സ് ഒന്ന് എണ്ണയിലൊന്ന് ഇളക്കിയെടുത്ത് അതിലേക്ക് നമ്മുടെ
അച്ചാറിൻ്റെ മാങ്ങാ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും അച്ചാർ ഉണ്ടാക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒന്ന് നമ്മൾ ആ പൊടി ഇട്ട് കൊടുത്ത് നല്ല ചൂടിൽ പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി ഇങ്ങനെ വല്ലാണ്ട് മൂപ്പിക്കല്. മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടി കറുത്ത് പോവും. ഒന്ന് ചെറിയ ഇളം ചൂടിൽ നമ്മൾ ഇളക്കി അതിൻ്റെ പച്ച ചുവയ്ക്ക് ഒന്ന് മാറണ പോലെ ഇളക്കി ഒന്ന് ചെറിയ ചൂടിൽ വേണം മാത്രം ആക്കി എടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് തീ കൂട്ടി വെച്ച് എണ്ണയിലേക്ക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊടി പെട്ടെന്ന് കരിയും. അതുപോലെ നമ്മുടെ അച്ചാറിന് ഈ മുളക് പൊടിയുടെ കളർ പെട്ടെന്ന് തന്നെ ഒരു ബ്ലാക്ക് കളറിലേക്കാവും. ബ്ലാക്ക് കളറിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് നല്ല കളർ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ മാങ്ങ അരിഞ്ഞു വെച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എത്ര കുറവുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഉപ്പ് കുറച്ചൊന്ന് മുന്നോട്ട് നിൽക്കണം. എന്നാലേ കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് വരുമ്പോഴത്തേന് കറക്റ്റ് ഉപ്പ് പാകത്തിനാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കടുവിൻ്റെ ഉലുവയുടെയും പൊടി ഞാനിപ്പം 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുത്ത് ഫുൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 മുതൽ 1.5 ടീസ്പൂൺ വരെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വിനാഗിരി ചേർക്കണില്ല. നമുക്ക് നല്ല ചില്ല് ഭരണിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ അച്ചാറുകളൊക്കെ എടുക്കുമ്പോൾ ചില്ലി ഭരണിയിൽ വെക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ പാത്രത്തിലൊന്നും തീരെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നമ്മൾ അച്ചാർ എടുക്കുമ്പോഴും നനവുള്ള സ്പൂൺ ഇട്ടൊന്നും എടുക്കല്. നനവുള്ള സ്പൂൺ വെച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എണ്ണയുടെ അളവ് നന്നായിട്ട് കൂട്ടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചാർ കേടാവില്ല. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ നിരമ്പരം മുകളിലേക്ക് എണ്ണ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിലേക്ക് പൂപ്പലോ അങ്ങനെയുള്ളതൊന്നും വരില്ല. അപ്പോൾ നന്നായിട്ട് ഇതേ രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ല്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റു വീഡിയോകൾ മിസ്സാകാതിരിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.